ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ വൈകിട്ടൊരു 4 മണി 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും സ്കൂൾ വിട്ട് വന്നിട്ട് ഭയങ്കര ടയേർഡായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റും ഒക്കെ ഒരു തണുപ്പും പല സ്ഥലങ്ങളിലും മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അവർ ഇങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് കിടന്നെണീക്കട്ടെ. അപ്പോൾ അത്യാവശ്യം പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. എക്സാം നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാണല്ലോ. അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ ഒന്ന് ഫ്രഷ് ആവും. പക്ഷേ കരാട്ടെ ക്ലാസ് അങ്ങനെ മിസ്സായിട്ടുണ്ട്. എന്നാലും വേണ്ടിയില്ല, ഉറങ്ങി എണീക്കട്ടെ എന്ന് കരുതി അങ്ങനെ അവരവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ക്രീം ബണ്ണ് ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 1/2 കപ്പ് പാലും കുറച്ച് ഈസ്റ്റ്, സോൾട്ടും ഷുഗറൊക്കെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറേശ്ശെ വീറ്റ് പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ എന്നിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ ക്ഷമയില്ല. അപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് പണി തീർത്തിട്ട് എനിക്ക് അതിൽ നിന്ന് ഇറങ്ങണം, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നും കുഴയ്ക്കാനും വരത്താനും പിടിക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ച് അതിനൊരുമിച്ചൊന്നാക്കി നല്ലൊരു ബോളാക്കിയിട്ട് അതിൻ്റെ മുകളിൽ സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു നനഞ്ഞ തുണിയും വെച്ച് കൊടുത്തിട്ട് അതങ്ങനെ അടച്ച് അങ്ങനെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വരേണ്ടതാണ്. പക്ഷേ എൻ്റെ ധൃതി കൊണ്ട് അങ്ങനെ അത് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ കുഴച്ച് നനഞ്ഞ തുണിയൊക്കെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പാസ്ത ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ പാസ്ത ഞാൻ ഈ 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എല്ലാവരും ഒരുപോലെ ഇഷ്ടത്തിന് കഴിക്കുന്ന സംഭവമാണ് കേട്ടോ പാസ്ത. അപ്പോൾ ഒട്ടും തികയാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നാളായിട്ട് 2 പാക്കറ്റോളം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ വലിയ ബിരിയാണി ചെമ്പിലാണ് ഞാൻ പാസ്ത ഉണ്ടാക്കി എടുക്കാറ്, എന്നാലേ നമുക്ക് ഓടുള്ളൂ. കാരണം ഒരു നേരം കഴിച്ചാലും പിറ്റേ സമയം പാസ്ത ഇല്ലെന്നും ചോദിച്ച് പിള്ളേർ വരും കേട്ടോ. പാസ്ത ഞാനങ്ങനെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പാസ്ത വെള്ളം നല്ല തിളപ്പിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിളപ്പിച്ച് അങ്ങനെ ഊറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നിസ്കാരം ഒരുപാട് സമയം എടുത്തിട്ടാണ്, കുട്ടികൾ എണീക്കണേ ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, പോകാൻ കൊടുത്തിട്ട് ഞാൻ ഒരുപാട് വിളിച്ചേ പിന്നെയാണ് പിള്ളേർ എണീറ്റത്. അങ്ങനെ നമ്മുടെ നിസ്കാരവും മൂത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഠിക്കാനുള്ളത് ഏത് സബ്ജക്റ്റാണോ അതെടുത്തിട്ട് അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുത്തും കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ ഇക്കാക്കും പാസ്ത കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിലും ബട്ടറും ഇട്ടതിന് ശേഷം അതിലേക്ക് ഗാർലിക്ക്, ഇപ്പോൾ ഞാൻ 2 പാക്കറ്റ് എടുക്കുന്നതുകൊണ്ട് ഞാനൊരു 2 ബൾബോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാനൊരു 4 സവാള, പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു. പിന്നെ ഞാനിതിലേക്ക് ഇത്രയും സോസ് മിക്സാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഈ എഴുതി കാണിച്ചേക്കുന്ന ഈ സോയാ സോസും പാപ്രിക്ക, ഗാർലിക് പൗഡർ, കുറച്ച് കെച്ചപ്പ്, ചില്ലി ഫ്ലേക്സ്, ഹണി, ഇത്രയും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 4 തക്കാളി, വലിയ 4 തക്കാളി നല്ല പഴുത്തത് നോക്കിയിട്ട് നല്ലപോലെ അരച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി നല്ലപോലെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം കേട്ടോ. അല്ലെങ്കിൽ തക്കാളിയുടെ കുത്തൽ നമുക്ക് ആ പാസ്ത കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് ഫീൽ ചെയ്യും. അത് കുറച്ച് നേരം എടുത്തിട്ട് തന്നെ ആ ഒരു പച്ച ഇത് മാറുന്ന വരെ നമ്മളത് വഴറ്റിയെടുക്കുക. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ചൊരു ഫ്രഷ് ക്രീമും ഒരു ചെറിയ ബോട്ടിൽ ഫ്രഷ് ക്രീമും കുറച്ച് പാലും ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് ക്രീമിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേവിച്ച് വെച്ച 2 പീസ് ബ്രസ്റ്റ് പീസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം കേട്ടോ. ബ്രക്കോളി, മഷ്റൂം, ബേബി കോൺ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാപ്സിക്കം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചിക്കൻ പീസും. എൻ്റെ ഫ്രണ്ട് എപ്പോഴും എന്നെ കളിയാക്കൂട്ടെ, ഇറ്റലിക്കാർ പോലും ഇത്രയും പാസ്ത ഉണ്ടാക്കാറില്ല, അതിനും കൂടുതൽ നീ ഉണ്ടാക്കി കൂട്ടാറുണ്ട്, ചെമ്പിലാണ്, ബിരിയാണി ചെമ്പിലാണ് നീ പാസ്ത ഉണ്ടാക്കണതെന്ന് പറഞ്ഞാൽ എപ്പോഴും കളിയാക്കുക. അത് ശരിയാണ് കേട്ടോ. എനിക്ക് അത്രയും ഉണ്ടാക്കിയാലും നമുക്കിവിടെ റണ്ണിങ് ആണ് സംഭവം, വേസ്റ്റ് ആവേ ബാക്കി വരെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇക്കാക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് വെജീസ് കൂടുതലുള്ളതാണ് ആൾക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു മുട്ട ബുൾസൈ ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇക്കാക്ക് അങ്ങനെ മുകളിൽ മുട്ടയൊക്കെ വെച്ചിട്ടാണ് കൊടുത്തത്. കുട്ടികൾക്ക് ഉച്ചക്കാലത്ത് ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർക്കത് കൊടുത്ത് ഞാൻ കുറച്ച് വെജീസ് അങ്ങനെ സ്റ്റീം ചെയ്തെടുത്തിട്ട് അതിൽ കുറച്ച് സാലഡ് ഡ്രസ്സിങ് ഒഴിച്ചിട്ട് ഞാൻ അതാണ് കേട്ടോ ഡിന്നർ കഴിച്ചത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഈ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കായും പിള്ളേരൊക്കെ അത് പോയി തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ കുറച്ച് ഭാഗം കണ്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ കിടന്നു.
രാത്രി ലേറ്റ് നൈറ്റായിട്ട് ഇറങ്ങുന്ന പരിപാടി കുറച്ച് കൂടുതലായിരുന്നു. അതൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഈ ന്യൂ ഇയർ തുടങ്ങിയോടുകൂടി. എത്ര വൈകി കിടന്നാലും രാവിലെ എണീക്കുകയും ചെയ്യും, എന്നാലും ഉറക്കം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നതാണല്ലോ എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കാറുണ്ട്. ഒരു 11:30 മണിക്കെങ്കിലും കിടക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. അപ്പോൾ മോർണിംഗ് ഞാൻ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാണ് കേട്ടോ. പാസ്ത ഞാനങ്ങനെ മൈക്രോവേവ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സ്നാക്സായിട്ട് ആപ്പിളും കപ്പ് കേക്ക് ഒരു പാക്കറ്റും ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും വിനീഗർ ഇട്ടിട്ട് അതും കൂടിയാണ് ഇട്ടാ വെക്കുന്നത് സ്നാക്സ്. അപ്പോൾ ഇന്ന് എനിക്ക് സൂംബയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പോകണം. അപ്പോൾ കുട്ടികൾ ഇറങ്ങി കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിരുന്ന് അപ്പോഴത്തേനും 1 മണിക്കൂർ പെട്ടെന്ന് കഴിയും കേട്ടോ. എങ്ങടാ പോണേന്ന് അറിയില്ല. കാരണം ഇന്ന് ഫോൺ നോക്കി ഇരിക്കുമ്പോഴത്തേനും 7:15 ആയിട്ടുണ്ടാവും. പിന്നെ വേഗം റെഡി ആയിട്ട് പോകും. കുറച്ചൊന്ന് നടക്കാനുണ്ട്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ തൊട്ട് അടുത്തായിട്ട് തന്നെ ഒരു ബാഡ്മിൻ്റൺ അക്കാഡമി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കേട്ടോ സൂംബ നടക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് തലേദിവസം പ്രിങ്കിൾസ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബസ്സിൽ ഒരു 1 ഹവറെങ്കിലും ഇരിക്കണം കേട്ടോ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. ശരിക്കും ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് യാത്ര ഉള്ളൂ. അടുത്ത് തന്നെയാണ് സ്കൂളെങ്കിൽ. അവിടെ എത്താനായിട്ട് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എത്താനായിട്ട് ഒരു 1 ഹവർ എടുക്കും കേട്ടോ. ഇവിടെ നിന്ന് രാവിലെ ആദ്യം പിക്ക് ചെയ്യും, വൈകിട്ട് ലാസ്റ്റ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നേരത്തെ പോവുകയും വേണം, ലേറ്റായിട്ടാണ് വീട്ടിലെത്തുകയും ചെയ്യുക. അങ്ങനെ സൂംബയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലാണ് കേട്ടോ പുറത്ത്. പക്ഷേ ഇന്ന് നല്ലൊരു ഒരു കാലാവസ്ഥ, എവിടേക്കോ മഴ പെയ്യുന്നുണ്ട്, നല്ലൊരു കാറ്റും ഒക്കെ ആയിട്ട്. വെയിൽ നല്ല കുറവായിരുന്നു കേട്ടോ, നല്ലൊരു ക്ലൈമറ്റായിരുന്നു പുറത്ത്. അപ്പോൾ കുറേ ആയി ഒന്ന് ചായ കുടിക്കാൻ പോയിട്ട് അങ്ങനെ ഞങ്ങൾ ഫോർ സ്ക്വയറിലേക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായയും അവിടെ നല്ല ഫ്രഷ് ഉഴുന്നുവട കിട്ടും. ഉഴുന്നുവടയും നല്ല ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്നൊരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ. നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പാകിസ്ഥാനികൾ അവരുടെ ഒരു മീറ്റപ്പ് എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. ഇതുവരെ കാണാത്ത ഒരുപാട് ആൾക്കാർ, ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ ചെറിയ കുട്ടികളും സ്കൂളിൽ പോകാത്ത കുട്ടികളൊക്കെ ആയിട്ട് അവരൊരു ബൊഫേ ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഫോർ സ്ക്വയറിൽ ബൊഫേ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ തലേ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പാകിസ്ഥാനികളാണ്, നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെയുള്ളവരാണ്. പാകിസ്ഥാനികളായതുകൊണ്ടായിരിക്കും, നമ്മളിതുവരെ അവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ കാണാത്തൊരുപാട് പേരെ കണ്ടു. അവരുടെ ചുരിദാറും മേക്കപ്പും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ സമയം പോയത് തന്നെ അറിഞ്ഞില്ല. കുറച്ച് നേരം ഞങ്ങളങ്ങനെ ഇരുന്ന് വായി നോക്കി. പിന്നെ അങ്ങനെ വീട്ടിലെത്തി കുറച്ച് വെജീസൊക്കെ ഇട്ട് അങ്ങനെ നമ്മുടെ സാധാ ഉപ്പുമാവും പിന്നെ മുട്ട പുഴുങ്ങിയതും ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ ആയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ മില്ലറ്റ്സ് വേവിച്ചതുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏത് മില്ലറ്റാണ് ഞാൻ വാങ്ങി വെച്ചതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഒരുപാട് ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ചിലർ പറയണേക്കാം മില്ലറ്റിന് അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, നമുക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റൂല എന്ന്. പക്ഷേ ഞാനത് നല്ലപോലെ വെന്ത് പാകമായി വന്നപ്പോൾ നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കൊരു സൂചി ഗോതമ്പ് നുറുക്ക് ഗോതമ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അത് നല്ലതുമല്ല എന്നാൽ ചീത്തയായിട്ടില്ല. അപ്പോൾ അതങ്ങനെ ജ്യൂസ് അടിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ അതൊന്ന് ജ്യൂസ് അടിച്ചെടുത്ത് പിന്നെ ഞാൻ ഈ മില്ലറ്റ്സാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ബാക്കിയുള്ള ഫുഡുകൾ പുട്ടുപയർ അല്ലെങ്കിൽ ഇടിയപ്പം കറിയുടെയൊക്കെ ടേസ്റ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഹെൽത്തി ആകുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ റെഡിയാക്കിയത്. പിന്നെ ഞാനതൊന്നും കൂടി കുക്കറിലിട്ട് നല്ലപോലെ അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ പാസ്ത നിങ്ങളിങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ലോഗായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക്